ഹലോ, ഡോട്ട് ഗ്രീൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നേക്കുന്നത് ആറളം വന്യജീവി സങ്കേതത്തിലാണ്, കണ്ണൂർ ജില്ലയിലുള്ള ആറളം വന്യജീവി സങ്കേതം. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ പോയി കണ്ടു നോക്കാം. എല്ലാവരും വാ. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു അങ്ങോട്ട് കയറുന്നത് ഒരു തൂക്കുപാലം വഴിയാണ്. ഇവിടെ പാലം പണിയൊക്കെ നടക്കുന്നുള്ളൂ. അപ്പോൾ ഈ തൂക്കുപാലത്തെ കയറി കഴിഞ്ഞാൽ ശരിക്കും നല്ല രീതിയിൽ പേടിയാവും. കാരണം ഒത്തിരി പഴയതാണ് പാലം. പോരാത്തതിന് നല്ല രീതിയിൽ കുലുങ്ങുന്നുമുണ്ട്. ഇടയ്ക്കൊക്കെ ചെറിയ ഗ്യാപ്പൊക്കെ ഉണ്ട്. സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ വെള്ളത്തിൽ പോകും. ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ഗൂഗിൾ മാപ്പിൽ ആറളം വൈൽഡ് ലൈഫ് സാഞ്ചുറി എന്ന് പറഞ്ഞ് ലൊക്കേഷൻ അടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൂക്കുപാലത്തിന് അപ്പുറത്താണ് കാണിക്കുന്നത്. അവിടെ വണ്ടി വെച്ചിട്ട് തൂക്കുപാലം കയറി ഇപ്പുറം വരേണ്ടി വരും. അതേസമയം ആറളം ഫാം എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ തൊട്ട് പുറകിലാണ് ആറളം ഫാം. അപ്പോൾ അവിടെ ലൊക്കേഷൻ കറക്റ്റായിട്ട് കാണിച്ചു തരും. അത് കഴിഞ്ഞ് അവിടുന്ന് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ കറക്റ്റ് ഇതിൻ്റെ ഫ്രണ്ടിൽ വണ്ടിയും കൊണ്ട് എത്താൻ പറ്റും. അപ്പോൾ ആറളം ഫാം എന്ന് സെർച്ച് ചെയ്ത് വന്നാൽ മതി ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട്. ഇവിടെ 3-4 ഓപ്ഷൻസാണുള്ളത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും 515 രൂപ മൊത്തം ഫീ. ഫോറസ്റ്റ് എൻട്രൻസ് ഫീ, ഗൈഡിൻ്റെ ഫീ, അങ്ങനെ ക്യാമറയുടെ ചാർജ് എല്ലാം കൂടെ 515 രൂപ കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു 3 കിലോമീറ്റർ നടന്ന് കാട്ടിനകത്തേക്ക് ട്രെക്കിങ്ങിന് പോകാം. പിന്നെയുള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് 2000 രൂപയാണെന്ന് തോന്നുന്നു. പിന്നെ പുറത്തുനിന്ന് ജീപ്പ് അറേഞ്ച് ചെയ്തിട്ട് ഇതിനകത്ത് ഒരു 16 കിലോമീറ്റർ ഉള്ളിലേക്ക് പോയി ഒരു വെള്ളച്ചാട്ടമൊക്കെ കാണാം, മീൻമുട്ടി വെള്ളച്ചാട്ടം. അപ്പോൾ അങ്ങനെ ഒരു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ടൊരു പോകാം. അത് 2000 രൂപ മറ്റോ ഫീസാണ്, 16 കിലോമീറ്റർ. പിന്നെയുള്ള വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം വണ്ടിക്കൊരു 3 കിലോമീറ്റർ ഉള്ളിലേക്ക് പോകാൻ പറ്റും. ചേട്ടൻ ഇവിടെ നിന്ന് എന്നൊക്കെ മൃഗങ്ങളെ കണ്ടിട്ടുണ്ട് ചേട്ടാ? ഞാൻ ഒരുമാതിരിപ്പെട്ട എല്ലാ മൃഗങ്ങളും കണ്ടിട്ടുണ്ട്. ആണോ? ആന, കാട്ടുപോത്ത് ഇവിടെ തന്നെ ഉണ്ടല്ലോ എല്ലാം? ഇവിടെ തന്നെ കാട്ടുപോത്തൊക്കെ കുറേ ദൂരമാണ്, ഉള്ളിൽ കയറി പോകണം അല്ലേ? അതെന്ത് ഈ ആള് ഒച്ച ഇതൊക്കെ ഉള്ളതുകൊണ്ട് വരത്തില്ല? അവിടെ പുൽമേടുള്ളവർക്ക് കാട്ടുപോത്തുണ്ട്. ഓഹോ. ഇവിടെ മാർക്കും എല്ലാം കണ്ടോ? ഇവിടെ ഒരെണ്ണമുണ്ട് ചേട്ടാ. ഇതുണ്ടോ? ഇതുണ്ട്. ഈ പൊടിക്കകത്ത് ഒരെണ്ണം ക്ലിയർ ഉണ്ടല്ലോ. അതല്ല, അത് മാൻ്റെ കുളമ്പ്. മാൻ്റെ ആണല്ലേ? വെള്ളപ്പൈനയോ? ഇതിൻ്റെ തടി കൊള്ളാവുന്നതാണോ അതോ പൊങ്ങ തടിയാ? ഇത് കടുവ മാന്തിയതാന്ന്? ഇത് ഇങ്ങനെയാണോ സാധാരണ മാന്താറ്? മാന്തി മൂത്രം ഒഴിച്ചിട്ടേ പോകും. അപ്പം ഇത് ഇന്നത്തെയാണല്ലോ സംഭവം കണ്ടിട്ട്? ഇത് ഫ്രഷാന്നേ, അതിന് രാവിലെ പോയതാ. ഓ, അധികം നേരമായിട്ടില്ലല്ലേ? ഇത് നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ കണ്ടായിരുന്നോ? ഇല്ല, നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ശ്രദ്ധിച്ചില്ലല്ലേ? നമ്മൾ ഈ മരം വലിച്ചിട്ടേക്കുന്നത് ശ്രദ്ധിച്ചോണ്ട് അങ്ങോട്ട്. ഓ, അപ്പോൾ ഇന്നത്തെ സംഭവമാണ്. ഇത് ആനയുടെ പരിപാടിയാണ്. തുമ്പിക്കൈയും കൊണ്ട് തിന്നാൻ വേണ്ടിയിട്ട് പച്ച മരത്തിൻ്റെ തൊലി ഇങ്ങനെ വലിച്ച് കീറിയിടുന്നു. അപ്പോൾ കുറേ തിന്നും, കുറേ ഇതുപോലെ വലിച്ചിട്ടിട്ട് പോകും.
ആ കഴിഞ്ഞാൽ ആ ഇത് അതിനകത്തൊരു മരം ഉണ്ടല്ലേ? മരമുണ്ട്, ആ മരത്തിനെ അവൻ ഞെരുക്കി കൊന്നോളെ. ആ കോളി എന്നാണ് പറയുന്നത്. ആ കോളി, ഇത് വെള്ളക്കോളി. ഇത് ആന വലിച്ചൊടിച്ചിട്ടേക്കുന്നതാണ്. മുള വലിച്ച് ഒടിച്ച് റോഡിലോട്ട് ഇട്ടേക്കുക. നടക്കാൻ പോലും പറ്റത്തില്ലാത്ത രീതിയിൽ വലിച്ചൊടിച്ചല്ലേ. ആ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരേ ഒരു പച്ചയില്ലാന്ന് തോന്നുന്നു. അങ്ങനെ നമ്മുടെ ട്രെക്കിംഗ് ഇവിടെ തീർന്നു. നമ്മൾ തിരിച്ച് സ്റ്റാർട്ടിംഗ് പോയിന്റിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആറളം വന്യജീവി സംഘത്തിലെ ട്രെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇനി ഇതുപോലെ നിരവധി ട്രെക്കിംഗ് വീഡിയോസ് വരാനുണ്ട്. അതുപോലെ വന്യജീവി സങ്കേതങ്ങളുമൊക്കെ ഇനിയും ഒരുപാട് സന്ദർശിക്കാനുണ്ട്. അതുപോലത്തെ വീഡിയോകളൊക്കെ കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ അതോടൊപ്പം ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.